എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ന്യൂട്ടന്റെ ഒന്നും രണ്ടും ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒന്നാം ചലന നിയമവും രണ്ടാം ചലന നിയമവും നമ്മൾ വിശദമായിട്ട് പരിചയപ്പെട്ടു. ഒന്നാം ചലന നിയമത്തിൽ നമ്മൾ ഫോഴ്സിന്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാതെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ഫസ്റ്റ് ലോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഫോഴ്സിന്റെ ഡെഫിനിഷനായി എന്ന് പറഞ്ഞിരുന്നു. സെക്കൻഡ് ലോന്റെ രണ്ടാം ചലന നിയമത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫോഴ്സിനെ മെഷർ ചെയ്യാൻ അളക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ സ്കൂൾ ജീവിത കാലഘട്ടത്തില് സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞ് നിരവധി കാലം കഴിഞ്ഞാൽ സ്കൂളിൽ പഠിച്ച വിഷയങ്ങളിൽ ഒരിക്കലും മറക്കാത്ത ഒരു നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം ചലന നിയമം. തേർഡ് ലോ, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. എത്ര കാലം കഴിഞ്ഞാലും ഇത് മറക്കില്ല. കാരണം അത്രയും എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ഡെയിലി ലൈഫിൽ, നിത്യജീവിതത്തിൽ ഇതിന്റെ കുറെ അനുഭവങ്ങൾ നമുക്കുണ്ട്. അതിനാൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ നേരിട്ട് നമ്മൾ നിയമത്തിലേക്ക് പോകും. ടെക്സ്റ്റില് കുറെ ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. നിയമം പറഞ്ഞിട്ട് നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് വരാം. അതാണ് കുറച്ച് എളുപ്പം. എന്താ അത്? ടു എവരി ആക്ഷൻ there is an equal and opposite reaction. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നാണ്. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. നമ്മൾ ഇനി അതിന്റെ എക്സാമ്പിളുകൾ കാണുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. സാധാരണ ക്ലാസ്സിൽ സംശയമുള്ളവര് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ചെകിടത്തൊന്ന് കൊടുത്താൽ മതി. അപ്പൊ ചിലപ്പോ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അവിടെ തെറ്റിന്ന് വരും. കാരണം അടുത്തിരിക്കുന്ന ആളുടെ ആരോഗ്യം അനുസരിച്ച് ചിലപ്പോൾ പ്രതിപ്രവർത്തനം ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ തുല്യ ആയിക്കൊള്ളണമെന്നില്ല. ഒന്ന് കൊടുത്താൽ ചിലപ്പോൾ 4 കിട്ടും. അപ്പൊ എന്തായാലും അത് പറഞ്ഞത് മാത്രം. ഇനി അതിൽ ആദ്യം കൊടുത്തേക്കുന്ന എക്സാമ്പിള് ആ ബലൂൺ. നമുക്ക് എല്ലാവർക്കും അറിയാം, ബലൂൺ വീർപ്പിച്ചതിന് ശേഷം നമ്മൾ ബലൂൺ വിട്ട് കഴിഞ്ഞാൽ, ഒരു ചരടിന്റെ മുകളിൽ കൂടെ കെട്ടിയിട്ട് വിടാനാണ് പറഞ്ഞേക്കുന്നത്. വിട്ട് കഴിഞ്ഞാൽ എയർ ഇവിടേക്ക് പോകും, ബലൂൺ മുൻപിലേക്ക് ചലിക്കും. ടെക്സ്റ്റിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ വായു ഇങ്ങോട്ട് തള്ളുന്ന സമയത്ത് എയർ തിരിച്ച് അങ്ങോട്ടൊരു ഫോഴ്സ് ബലൂണിന്റെ മുകളിൽ പ്രയോഗിക്കും. അതിനാൽ ബലൂൺ അങ്ങോട്ട് പോകും. അടുത്തത് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതാണ്. ടെസ്റ്റ് ട്യൂബ് പറഞ്ഞിട്ട് ഫിൽ എ ബോയിലിംഗ് ട്യൂബ് വിത്ത് സം വാട്ടർ. എന്ത് ചെയ്യണു? നമ്മളിതിൽ വെള്ളം നിറച്ച് കോർക്ക് കൊണ്ട് അടയ്ക്കണു. ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ ചൂടാക്കണം, ഹീറ്റ് എനർജി കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് എന്ത് സംഭവിക്കും? അതിൽ സ്റ്റീം, നീരാവി നിറയും. നീരാവി നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർക്കിന്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. കോർക്ക് മുമ്പിലേക്ക് തെറിക്കും. അപ്പൊ നീരാവി കോർക്കിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് കോർക്ക് ടെസ്റ്റ് ട്യൂബിന്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. കാരണം ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction. സ്റ്റീം അവിടേക്ക് ഫ്രണ്ടിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, കോർക്കിന്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, കോർക്ക് അത് മൂലം തെറിക്കുന്നു. കോർക്ക് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ബോയിലിംഗ് ട്യൂബ് ഈ ഡയറക്ഷനിൽ പിന്നിലേക്ക് ചലിക്കും. ഇതാണ്. അപ്പോ ഇവിടെ ഓർക്കേണ്ടത് ആക്ഷനും റിയാക്ഷനും. അപ്പൊ സാധാരണ ചോദിക്കും, ഇവിടെ എപ്പോഴും ഓർക്കേണ്ടത് ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ അതൊരിക്കലും ക്യാൻസൽ ആവില്ല. സാധാരണ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണെങ്കിൽ ക്യാൻസൽ ആവണം. ഒരു മേശ ഒരാൾ ഇവിടുന്ന് അങ്ങടും തള്ളി, ഒരാൾ അവിടുന്ന് ഇങ്ങടും തള്ളിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തുല്യ ശക്തിയിൽ തള്ളിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഡയറക്ഷൻ, ഒരാൾ ഇവിടേക്കാണ് തള്ളുന്നത്, മറ്റാൾ ഇവിടേക്കാണ്. ഈക്വൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യാൻ മേശ എന്നില്ല. കാരണം എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്, അത് ക്യാൻസൽ ആവും. പക്ഷെ ഇവിടെ ക്യാൻസൽ ആവില്ല. ചോദിക്കും ഇവിടെ എന്തുകൊണ്ടാണ് ക്യാൻസൽ ആവാത്തത്? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഓൺ 2 ഡിഫറെന്റ് ബോഡീസ്. അതാണ്. ആക്ഷനും റിയാക്ഷനും വ്യത്യസ്ത വസ്തുക്കളല്ല. മറ്റത് രണ്ടുപേരും ഒരേ മേശയുടെ മുകളിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ബലം പ്രയോഗിക്കുന്നത്. ഇവിടെ ആക്ഷനും റിയാക്ഷനും വ്യത്യസ്ത വസ്തുക്കളിലാണ്. ആക്ഷൻ ഈ കേസിലാണെങ്കിൽ ആക്ഷൻ കോർക്കിന്റെ മുകളിലാണെങ്കിൽ റിയാക്ഷൻ ഏതാ? ബോയിലിംഗ് ട്യൂബിന്റെ മുകളിലാണ്. പിന്നെ മറ്റൊന്ന്, ഇത് രണ്ടും ഒരേ സമയത്താണ് ഉണ്ടാവുക. ഏതാ ആദ്യം ഉണ്ടാവുക? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തിയില്ല. അല്ലെങ്കിൽ ആക്ഷൻ കാരണമാണ് റിയാക്ഷൻ ഉണ്ടായത്,
അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും ഒരേ സമയത്ത് ഉണ്ടാകുന്നതാണ്, അതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇനി ടെക്സ്റ്റിൽ അടുത്ത എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ഒരു സ്പ്രിംഗ് ബാലൻസ് ഫിക്സ് ചെയ്തതിന് ശേഷം അതിന്റെ കൊളുത്തിന്റെ മുകളിൽ മറ്റൊരു സ്പ്രിംഗ് ബാലൻസ് കൊടുത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്പ്രിംഗ് ബാലൻസ് രണ്ട് കൊളുത്ത് കൂടി കൂട്ടിക്കെട്ടിക്കണു, കൊളുത്തി പിടിച്ചേക്കണു, എന്നിട്ട് ഇവിടെ പിടിച്ചു വലിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോ ഏതൊരു സ്പ്രിംഗ് ബാലൻസ് നമ്മൾ ഇവിടെ 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇതിന്റെ മുകളിൽ 50 ന്യൂട്ടൺ ഫോഴ്സ് അനുഭവപ്പെടും. സ്വാഭാവികമായിട്ടും ഇതിന്റെ മുകളിൽ 50 ന്യൂട്ടൺ ഫോഴ്സ് പ്രയോഗിക്കും. കാരണം ഇതിന്റെ മുകളിൽ 50 ന്യൂട്ടൺ പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അത് ഇതിന്റെ മുകളിൽ ഇങ്ങടെ ഒരു ഫോഴ്സ് പ്രയോഗിക്കും. അപ്പോ ആ 50 ന്യൂട്ടൺ എന്നുള്ള അളവ് നമുക്ക് ഈക്വൽ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അവിടെ ആ എക്സ്പെരിമെന്റ് പറഞ്ഞേക്കുന്നത്. അത് ഒന്ന് ആക്ടിവിറ്റി ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ബുള്ളറ്റിനുണ്ട്. വാട്ട് ഈസ് ദ റീഡിംഗ് ഓൺ ബാലൻസ് ബി? ബാലൻസ് ബിയിലും എത്ര തന്നെയായിരിക്കും? 50. ആദ്യം പറഞ്ഞിട്ടുണ്ട് 50 ന്യൂട്ടൺ ആണ് പ്രയോഗിച്ചേ എന്ന് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് ബിയിലെ റീഡിംഗ്, ബിയിലെ അളവ് എത്രയാണ്? ബിയിലും എത്രയായിരിക്കും? 50 ന്യൂട്ടൺ. ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ആക്ഷൻ, വാട്ട് ഈസ് ദ റിയാക്ഷൻ? മറ്റേ റിയാക്ഷൻ ഏതാണ്? ആർ ആക്ഷൻ ആൻഡ് ആക്ഷൻ ഇവിടെ എന്താ പറഞ്ഞത്? ഗ്യാസ്, സോറി, 2 ഡിജിറ്റൽ weighing balances. After fixing the end of balance B strongly, apply a force 50 Newton at the free end of the balance A. അപ്പോൾ ഫ്രീ എൻഡ് ഓഫ് ദ ബാലൻസ് A അതാണ് ആക്ഷൻ എന്ന് പറയാം. അപ്പോ റിയാക്ഷനോ ബി പ്രയോഗിച്ച ബലം, ബി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി, അതാണ് എന്ത്? റിയാക്ഷൻ. ബി പ്രയോഗിച്ച ബലമാണ് എന്ത്? റിയാക്ഷൻ. എ പ്രയോഗിച്ച ബലം ആക്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബി പ്രയോഗിച്ച ബലം റിയാക്ഷൻ. ഹൗ മച്ച് ആർ ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ? ഈക്വൽ. രണ്ടും ഈക്വൽ ആണെന്ന് കണ്ടു. 50 ന്യൂട്ടൺ ആണ് രണ്ടും എന്ന് കണ്ടു. അപ്പൊ അതിന്റെ ഇതിലാണ് അവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ. ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ആ ടെക്സ്റ്റില് ലെഫ്റ്റ് സൈഡിലും ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞതാണ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഫോഴ്സസ് that are experienced on different objects at the same time. ഞാൻ പറഞ്ഞു ആക്ഷനും റിയാക്ഷനും ഒരേ സമയത്താണ് അനുഭവപ്പെടുക. Thus it cannot be said that reaction is the result of action. അതിനാൽ തന്നെ ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല ആക്ഷന്റെ ഫലമായിട്ട്, പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പ്രതിപ്രവർത്തനം ഉണ്ടായേ എന്ന് പറയാൻ പറ്റില്ല. ഇൻ അതർ വേർഡ്സ്, when the two bodies interact, the force acting on one can be taken as the action and the opposite force can be acting on the second as the reaction. അപ്പൊ ഏത് ആക്ഷൻ ഏത് റിയാക്ഷൻ എന്നതിൽ സത്യത്തിൽ വലിയ പ്രസക്തിയില്ല. ഒരെണ്ണം ആക്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മറ്റത് എന്താക്കി എടുക്കാം? റിയാക്ഷൻ ആയിട്ട് എടുക്കാം. അപ്പോ നിങ്ങൾക്ക് പല സിറ്റുവേഷൻസും തരും. അപ്പൊ ഒരെണ്ണം ആക്ഷൻ ആയിട്ട് എടുക്കുക, മറ്റത് റിയാക്ഷൻ ആയിട്ട് എടുക്കുക. എ മാൻ ജംപ്സ് ഫ്രം എ ബോട്ട് ടു ദ ഷോർ. ബോട്ടിൽ നിന്നും കരയിലേക്ക് ഒരാൾ ചാടുകയാണ്. ബോട്ടിൽ നിന്നും കരയിലേക്ക് ചാടുന്ന സമയത്ത് ബോട്ടിന്റെ മുകളിൽ കുതിച്ച് അല്ലെങ്കിൽ ബോട്ടിന്റെ മുകളിൽ ഒരു ബലം ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് അയാൾ കരയിലേക്ക് ചാടുക. അപ്പൊ അതിലെ ആക്ഷൻ റിയാക്ഷൻ. അപ്പൊ സാധാരണ നമ്മൾ ആ ബോട്ടിന്റെ മുകളിൽ കുതിക്കും, അതാണ് ആക്ഷൻ ആയിട്ട് എടുക്കുക. മറ്റെന്തായിട്ട് എടുക്കും? റിയാക്ഷൻ ആയിട്ട് എടുക്കും. അതാണ് അവിടെ ദ മാൻ എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ദ ബോട്ട് മൂവ്സ് ബാക്ക്വേർഡ്. എന്താണ്ടാവുന്നത്? ആ വ്യക്തി ബോട്ടിന്റെ മുകളിൽ ഒരു ബലം പ്രയോഗിക്കുന്നു, ബോട്ട് മുൻപിലേക്ക് ചലിക്കുന്നു, അതാണ് ആക്ഷൻ. ഇനിയോ ദ ബോട്ട് എക്സേർട്സ് ആൻ ഈക്വൽ ഫോഴ്സ് ഓൺ ദ മാൻ. സ്വാഭാവികമായിട്ടും ബോട്ട് എന്ത് ചെയ്യും? തുല്യമായ ഒരു ബലം ആ മനുഷ്യനിൽ പ്രയോഗിക്കും. അതിന്റെ ഫലമായിട്ട് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് അയാൾ എവിടേക്ക് എത്തും? കരയിലേക്ക് എത്തും. The man lands on the shore. A bullet is fired from a gun. തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് നമ്മൾ വെടിവെച്ചു. എന്താണ്? അപ്പൊ അതിലേതാ ആക്ഷൻ? ഒരു കാര്യം പറയാം നമുക്ക്. The force exerted by the gun on the bullet. തോക്ക് ബുള്ളറ്റിൽ പ്രയോഗിച്ച ബലമാണ് പ്രവർത്തനം. ഏതാണ് റിയാക്ഷൻ? പ്രതിപ്രവർത്തനം ഏതാ? The bullet, the force exerted by the bullet on the gun.
ബുള്ളറ്റ് തോക്കിൽ എതിർദിശയിൽ ഒരു ബലം പ്രയോഗിക്കും, അതാണ് എന്ത്? പ്രതിപ്രവർത്തനം. അതിനാൽ തോക്ക് പിന്നിലേക്ക് ചലിക്കും. അതിന് നമ്മൾ പറയാ റീകോയിൽ ഓഫ് ഗൺ എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടിവിയിലും ഒക്കെ. ആ റീകോയിൽ കുറയ്ക്കാൻ വേണ്ടി വലിയ തോക്കൊക്കെ സ്റ്റാൻഡിന്റെ മുകളിലോ അല്ലെങ്കിൽ മണൽച്ചാക്കിന്റെ മുകളിലോ ഇട്ടാണ് വെടിവെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചൊന്നും വെടിവെക്കില്ല, അല്ലെങ്കിൽ ഷോൾഡറിലേക്ക് സപ്പോർട്ട് കൊടുക്കും. ഷോൾഡറിൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിയാക്ഷൻ അവിടെ നമുക്ക് തടുക്കാൻ പറ്റും. അല്ലാഞ്ചെങ്കിൽ വന്നിട്ടിക്കും. അല്ലാണ്ട് ഇങ്ങനെ മൂക്കിന്റെ നേരെ പിടിച്ച് ആരും വെടിവെക്കില്ല. അതാണ്. ഇനി എ ബോട്ട് ഈസ് റോഡ്, അതാണ്. അതെന്തായിരിക്കും? നിങ്ങൾ തന്നെ എഴുതാൻ പറ്റും. ആ തുഴ, ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ വാട്ടർ, അതാണ് എന്ത്? ആക്ഷൻ. അതായിട്ട് ആയിട്ട് എഴുതാം. ആൻഡ് ദ റിയാക്ഷൻ ഓഫ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ വാട്ടർ ഓൺ ദ ബോട്ട്, അത് റിയാക്ഷൻ ആയിട്ട് എഴുതാം. ആ വെള്ളം നമ്മൾ പിന്നിലേക്ക് നീക്കും. അപ്പൊ വെള്ളം പിന്നിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് നീക്കുന്നു. നീന്തുന്ന സമയത്തും അതെ, അങ്ങനെ പറയാം. വെള്ളം പിന്നിലേക്ക് നമ്മൾ നീക്കുന്നു. വെള്ളം തിരിച്ച് ബോട്ടിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് മുമ്പിലേക്ക് പ്രയോഗിക്കും. അതിനാൽ അത് മുമ്പിലേക്ക് നീങ്ങും. ഇനി അവിടെ സഫീഷ്യന്റ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടാത്ത സന്ദർഭത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? നമ്മുടെ നാട്ടില് കാര്യമായിട്ട് അനുഭവപ്പെടുന്നില്ല എന്നല്ല. ഈ കാട്ടൊരു വണ്ടി ഈസ് കുതിരവണ്ടിയോ അങ്ങനെയുള്ള ഈസ് പുഷ്ഡ് വൈൽ ഓൺ ഐസ്, ഇറ്റ് വോണ്ട് മൂവ്. വാട്ട് മേ ബി ദ റീസൺ? ഐസില് മറ്റേ തണുപ്പ് രാജ്യങ്ങളിൽ റോട്ടില് മഞ്ഞ് വന്ന് മൂടും. അതില് ഒരു വണ്ടി വലിച്ചു കഴിഞ്ഞാൽ അത് നീങ്ങില്ല. എന്താ? ദിസ് ഈസ് ബിക്കോസ് നോ റിയാക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഐസ്. അവിടെ ഐസിൽ നിന്നും നമുക്ക് എന്ത് കിട്ടില്ല? കൃത്യമായ റിയാക്ഷൻ കിട്ടില്ല. നമ്മൾ നടക്കുമ്പോഴും ആക്ഷനും റിയാക്ഷനും ആണ്. നമ്മൾ തറയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, തറ നമ്മുടെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതിനാലാണ് നമ്മൾ മുന്നിലേക്ക് നീങ്ങുന്നത്. ഓടുന്ന സമയത്തൊക്കെ നമ്മൾ പിന്നിലേക്ക് കുതിക്കുക ചെയ്യും. ആ പിന്നിലേക്ക്, അതിനാലാണ് നമ്മൾ കൂടുതൽ മുമ്പിലേക്ക് നീങ്ങാനുള്ള കാരണം. പക്ഷെ ഇത് സാധിക്കണം എന്ന് വെച്ചാൽ റിയാക്ഷൻ കിട്ടുക അവിടുന്ന് ഫ്രിക്ഷനിൽ നിന്നാണ്. ഫ്രിക്ഷനിൽ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഐസ് ആവുമ്പോൾ എന്ത് കിട്ടില്ല? ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണ ബലം ലഭിക്കില്ല. സ്വാഭാവികം. അതാണ് അവിടെ പറഞ്ഞിരുന്നത്. ദ സെയിം വിൽ ബി ദ കേസ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ മഡ്. ഇത് തന്നെയാണ് ചെളിയിൽ നമ്മൾ വഴിക്ക് വീഴാനുള്ള കാരണം. അവിടെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടില്ല. ഡ്യൂ ടു ദ ലാക്ക് ഓഫ് റിയാക്ഷൻ. അങ്ങനെ ഉത്തരം എഴുതണം. പ്രതിപ്രവർത്തനത്തിന്റെ അഭാവം മൂലം. കാരണം എന്താ? ഫ്രിക്ഷൻ കുറയും, ഘർഷണം കുറയും. The same will be the case of for work to materialize an external object which can provide a reaction is necessary. അവിടെ വർക്ക് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു ബലം പ്രയോഗിച്ച് അതിന് സ്ഥാനാന്തരം ഉണ്ടാവണം. അങ്ങനെ വേണം ചെയ്യാൻ. അവിടെ എന്ത് വേണം? അവിടെ റിയാക്ഷൻ നടക്കണം, പ്രതിപ്രവർത്തനം നടക്കണം. When a man jumps to the shore from a boat, the external force is obtained from the boat. അവിടെ ആ ബാഹ്യബലം കിട്ടുന്നത് എവിടുന്നാണ്? ബോട്ടിൽ നിന്നാണ്. സോ പുഷിംഗ് ദ ബോട്ട് ബാക്ക് ഈസ് ആക്ഷൻ. ആ പുഷിംഗ് ദ ബോട്ട് പിന്നിലേക്ക് തള്ളലാണ് ആക്ഷൻ. ആൻഡ് ദ ഫോഴ്സ് വിച്ച് ദ ബോട്ട് ഗിവ്സ് ഈസ് ദ റിയാക്ഷൻ. ബോട്ട് നൽകുന്ന ബലമാണ് എന്ത്? റിയാക്ഷൻ. ഇനി ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് എഴുതാം? അതാണ് വളരെ സിമ്പിൾ ആണ്. അപ്പൊ അവിടെ ചെയ്യുന്നത്, ഒരു ഫോഴ്സിന്, ആദ്യത്തെ ഫോഴ്സിന് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഒരു ഫോഴ്സിനെ നമ്മൾ F12 എന്ന് എഴുതും, മറ്റേനെയോ F21 എന്ന് എഴുതും. രണ്ടും ഈക്വൽ ആണ്. F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പൊ അത് ഓർക്കണം. F12 is the force exerted on the first object. F12. അപ്പൊ ആദ്യത്തെ അക്ഷരം, ഒന്നാമത്തെ ബോഡിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് F12. ഒന്നാമത്തെ ബോഡിയിൽ രണ്ടാമത്തെ വസ്തു, രണ്ടാമത്തെ ബോഡി പ്രയോഗിച്ച ബലം, അതാണ് എന്ത്? F12. അപ്പൊ F21 എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഏതാ? 2 ആണ്. അപ്പൊ എന്താ? രണ്ടാമത്തെ ബോഡിക്ക് അനുഭവപ്പെട്ട ബലമാണ്. ആര് പ്രയോഗിച്ചത്? ഒന്നാമത്തെ. ഇതെങ്ങനെയാണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഈക്വൽ ആണ് നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ ഇതിൽ ഒരെണ്ണം നെഗറ്റീവ് ആക്കണം. അതാണ്. അപ്പോൾ ഈ ഒരു ഇതും അറിയണം. കാരണം ഇനി നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നുള്ളതിൽ ഇത് കൃത്യമായിട്ട് ഇത് ആവശ്യം വരും. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. 3 ലോയും പഠിക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഇതാണ്. അത് നമുക്ക് ഈ ക്ലാസ്സിലൊക്കെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. വീഡിയോ വളരെ വലുതാവും. അതിന് മാത്തമാറ്റിക്കൽ പ്രൂഫൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.